Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചന്ദനമോഷണം. കഴിഞ്ഞ മാസങ്ങളിൽ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങൾ. വൈസൻമാലി ടീ കമ്പനിക്ക് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. മധ്യവേനലവധി ആരംഭിച്ച് ഒരു മാസമായിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. വിശദമായ വാർത്തയിലേക്ക്. ചന്ദനമോഷണം. കഴിഞ്ഞ മാസങ്ങളിൽ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങൾ. മറയൂർ ചന്ദന റിസർവിലും സ്വകാര്യ ഭൂമികളിലും മാസങ്ങളായി വെട്ടിക്കടത്തിയത് 10-ലധികം ചന്ദനമരങ്ങൾ. വനപാലകരുടെ അധികം നിരീക്ഷണമെത്താത്ത ഇവിടെ പാകമായി തുടങ്ങുന്ന ചെറുമരങ്ങളെ തന്നെ മുറിച്ചു കടത്തിയിരിക്കുകയാണ്. റോഡരികെയായതിനാൽ തന്നെ ചെറുവാൾ ഉപയോഗിച്ച് മുറിച്ച് ശിഖരങ്ങളിൽ കയറുകെട്ടിയാണ് വീഴ്ത്തിയിരിക്കുന്നത്. മുറിച്ചു മാറ്റിയ മിക്ക മരങ്ങളുടെയും വേരുകളും മാന്തിക്കടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനോ തുടർന്നുള്ള മോഷണം തടയുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ്. നിലവിൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ചന്ദനമരങ്ങളും മോഷ്ടിച്ചു കടത്തപ്പെട്ട സാഹചര്യത്തിൽ അവശേഷിക്കുന്ന മരങ്ങളെയെങ്കിലും സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പൊതുപ്രവർത്തകരുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. വൈസൻമാലി ടീ കമ്പനിക്ക് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടീ കമ്പനി മൃഗാശുപത്രിക്ക് സമീപം വെച്ചാണ് അപകടം സംഭവിച്ചത്. ചെന്നൈ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിൽ തന്നെ മറിയുകയായിരുന്നു. വാഹനത്തിൽ കൈക്കുഞ്ഞടക്കം 11 പേർ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇതിൽ 4 പേർക്ക് പരിക്കു സംഭവിച്ചു. ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ സംഘം മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോകുന്നതിനിടയിലാണ് അപകടം നടന്നത്. വളവ് തിരിയുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടവരുത്തിയത്. അപകടം നടന്ന ഉടൻ സമീപവാസികൾ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വാഹനത്തിലുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചു. മുമ്പും ഈ മേഖലയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. മധ്യവേനലവധി ആരംഭിച്ച് ഒരു മാസമായിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി.
അതേസമയം വേനൽ മഴ പെയ്തതോടെ കോടമഞ്ഞു മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു. മൂന്നാറിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലമാണ് മധ്യവേനൽ അവധിക്കാലം. പരീക്ഷാക്കാലത്തിന് ശേഷം സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിനോദസഞ്ചാരികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താറുമുണ്ട്. എന്നാൽ ഇത്തവണ മധ്യവേനൽ അവധി ആരംഭിച്ച് ഒരു മാസമായിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. മധ്യവേനൽ അവധി ആരംഭിച്ച ശേഷം വിഷു, ഈസ്റ്റർ ദിവസങ്ങളിൽ മാത്രമാണ് മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഏകദിന സന്ദർശകരായിരുന്നു എത്തിയവരിൽ ഭൂരിഭാഗവും. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലേക്കുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി. അതേസമയം വേനൽ മഴ പെയ്തതോടെ കോടമഞ്ഞു മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു. So it's nice here, like the climate is very good, wherein it's like cold a little bit, which is better in this summertime. So we are from Goa here. We came all the way driving here because we know that this is a hill station and we would see a lot of, even though we would see a lot of tourists, this would be. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏപ്രിൽ മാസത്തിൽ 40% താഴെ മാത്രമാണ് മുറികളിൽ സഞ്ചാരികൾ താമസിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയായി മൂന്നാർ, ചിന്നക്കനാൽ, പള്ളിവാസൽ മേഖലകളിൽ ഉച്ചകഴിഞ്ഞ് കനത്ത മഴ പതിവാണ്. കൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടലിന്റെ ഭാഗമായി നീരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പണികൾ ഊർജിതമായി നടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം പതിവായതും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവിനെ സാരമായി ബാധിച്ചു. മെയ് മാസത്തിലും സഞ്ചാരികളുടെ ബുക്കിംഗ് തീർത്തും കുറവാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. മാങ്കുളം ആനക്കുളത്തിന് സമീപം വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ അപകടം. കോഴിയിളംകുടി കയറ്റത്തിൽ വെച്ച വാഹനം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്ക് സംഭവിച്ചവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. 96 കോഴിയിളക്കുടി റോഡിൽ കോഴിയിളക്കുടി കയറ്റത്തിൽ വെച്ചാണ് അപകടം നടന്നത്. വിനോദസഞ്ചാരികളുമായി പോകുന്നതിനിടയിൽ ജീപ്പ് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ വാഹനത്തിലുണ്ടായിരുന്നവരെ സമീപവാസികൾ ചേർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. മാള സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് ആരംഭിക്കുകയെന്ന ആരോഗ്യവകുപ്പിന്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയിലും യൂണിറ്റ് തുറന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 3.6 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. യൂണിറ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം മുതൽ കൂടുതൽ വിപുലീകരിച്ചു. ഡയാലിസിസ് യൂണിറ്റിന്റെ 2ാം ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ദിവസവും കൂടുതൽ ആളുകളെ യൂണിറ്റിലൂടെ ഡയാലിസിസിന് വിധേയമാക്കാൻ സാധിക്കും. നിലവിൽ ഇതുവരെ 415 പേർക്ക് ഡയാലിസിസ് സേവനം ഈ യൂണിറ്റിലൂടെ നൽകാനായി. മുമ്പ് ഒരു ഷിഫ്റ്റിൽ 4 പേർക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ സംവിധാനമുണ്ടായിരുന്നത്. 2 ഷിഫ്റ്റുകളാകുന്നതോടെ ഒരു ദിവസം 8 പേർക്ക് ഡയാലിസിസ് ചെയ്യാനാകും. സർക്കാർ പദ്ധതികളിലൂടെ യൂണിറ്റിൽ ഡയാലിസിസും മരുന്നുകളും സൗജന്യമായാണ് നൽകുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കേരളത്തിനെയും തമിഴ്നാടിനെയും വേഗത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം വിട്ട റോഡിനായി ഇരു സംസ്ഥാനത്തെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു. തേനി MP തങ്കത്തമിഴ് സെൽവത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്ത് നിന്നും തേവാരം വെട്ടിലേക്ക് കാൽനടയായി എത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണിയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു.
തുടർന്ന് നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗവും ചേർന്നു. രാവിലെ 7:30 തേനി MP തങ്ക തമിഴ് സെൽവനും സംഘവും കാനനപാതയിലൂടെ തേവാരം മെട്ടിലേക്ക് തിരിച്ചത്. പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി പാതയെക്കുറിച്ചുള്ള വിശകലനം നടത്തി. തുടർന്ന് സംഘത്തെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA MM മണിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തേവാരം മെട്ടിലെത്തിയ ശേഷം പാലാറിൽ ഇരു സംസ്ഥാനങ്ങളിലെയും കർഷകരും ജനപ്രതിനിധികളും ചേർന്ന് യോഗം ചേർന്നു. വികസന കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പാത തുറക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കായി തുടർ ചർച്ചകൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാകുമെന്നും ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന പാതയാണിതെന്നും യോഗം വിലയിരുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രിയെയും കേന്ദ്ര സർക്കാരിലും പാതയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും 1 വർഷത്തിനുള്ളിൽ പാത യാഥാർത്ഥ്യമാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും തേനി MP തങ്ക തമിഴ് செல்வம் பிரத்யாச பிரகடிப்பிச்சு. சாக்குளத்து மெட்டி சாலைன்றது நீண்ட நாள் கோரிக்கை. கேரளாவையும் தமிழ்நாடையும் இணைக்கக்கூடிய சாலை. தேவாரத்திலிருந்து உடுப்பஞ்சோலை வர்றதா இருந்தா 80 கிலோமீட்டர் சுத்தி வரணும். போறதா இருந்தா 80 கிலோமீட்டர் சுத்தி 160 கிலோமீட்டர் ஸ்பெண்ட் பண்ணணும். இந்த ரூட்ல சாக்குளத்து மெட்ரோ ரூட்ல வந்துட்டா 7 கிலோமீட்டர்ல வந்துடலாம். 7 கிலோமீட்டர்ல போயிடலாம். ஃபாரஸ்ட் ஆல்ரெடி 2 மீட்டர் വാക്കിംഗ് പാത്ത് അലോ പഞ്ചിருக்கு. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാത യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി. ഇവിടെ ബഹുമാനായ ശ്രീ തങ്കത്തമിഴ് സെൽവൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 70 കിലോമീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ 2 ഇടങ്ങളും തമ്മിൽ ചാക്കുളത്തിമേട്ടിൽ എത്തിപ്പെടാൻ ഉടുമ്പൻചോലക്കാരായ കേരളത്തിൽ നിന്നുള്ള ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ പോലെ തിരിച്ചു. എന്നാൽ 7 കിലോമീറ്റർ വനം വകുപ്പിന്റെ അനുമതി വാങ്ങി ഈ റോഡ് യാഥാർത്ഥ്യമായാൽ തീർച്ചയായും അത്രയും വലിയ ഒരു നേട്ടമാണ് അതുവഴിയായി ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ എല്ലാ അനുകൂല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ ഇടപെടലുകൾ ഇരു സംസ്ഥാനങ്ങളുമായും കേന്ദ്ര സർക്കാരുമായും നടത്തുമെന്നും ഉടുമ്പൻചോല MLA MM മണിയും വ്യക്തമാക്കി. മുമ്പ് KK ജയചന്ദ്രൻ MLA ആയിരുന്നപ്പോഴും ജോയ്സ് ജോർജ് MP ആയിരുന്നപ്പോഴും നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച് മെമ്മോറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ജനപ്രതിനിധികളും കൈകോർക്കുമ്പോൾ ഇത്തവണ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. സിറ്റി വിഷൻ, രാജാക്കാട്. കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. മെഴുകുതിരികൾ തെളിച്ചായിരുന്നു മരണപ്പെട്ടവരെ അനുസ്മരിച്ചത്. പെഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 നിരപരാധികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തിന് പിന്തുണ അറിയിച്ചുമാണ് അനുശോചന ചടങ്ങ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്താകെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിയന്റെ നേതൃത്വത്തിലും അനുശോചന ചടങ്ങ് നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര പോയ നിരപരാധികളായ നിരായുധരായ ഏതാനും സഹോദരങ്ങളെയാണ് പാകിസ്ഥാന്റെ പിന്തുണയോടെ അതിർത്തി കടന്നെത്തിയ ഭീകരന്മാർ AK-47 തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയത്. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണമാണ് അന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്. ഭീകരവാദം തുലയട്ടെ എന്ന സന്ദേശം പരിപാടിയിലൂടെ വ്യാപാരി സമൂഹം മുമ്പോട്ട് വയ്ക്കുന്നു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സാൻഡി മാത്യു, വൈസ് പ്രസിഡന്റ് S കിഷോർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 10,000 കണക്കിന് വ്യാപാരികളെ കൂടിയാണ്
തീവ്രവാദി ആക്രമണം ബാധിച്ചതെന്നും ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ് കാശ്മീർ ജനതയെ പിടിച്ചു നിർത്തുന്നതെന്നും അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു പരിപാടി നടന്നത്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ മൂന്നാറിൽ സന്ദർശനം നടത്തി. മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച വിജയ രഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും നടന്നു. മൂന്നാർ മേഖലയിലെ സ്ത്രീ തോട്ടം തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും തൊഴിൽ സാഹചര്യങ്ങളും മറ്റ് ചുറ്റുപാടുകളും നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കർ മൂന്നാറിൽ സന്ദർശനം നടത്തിയത്. മൂന്നാർ മേഖലയിലുള്ള വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നേരിൽ സന്ദർശിച്ച് വിജയ രഹത്കർ തൊഴിലാളികളുടെ വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മൂന്നാർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗവും നടന്നു. വിവിധ യൂണിയൻ പ്രതിനിധികളുമായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആശയവിനിമയം നടത്തി. എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. ഓസ്ട്രേലിയൻ കാർഷിക മേഖലകളിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പഠിക്കാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി. ഇടുക്കി കുട്ടിക്കാനത്താണ് കള്ളിക്കവലിയിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷൻസിലാണ് ഇവർ ഡ്രോണുകളുടെ ഉപയോഗം പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ 12,500 ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രെഡിൽ ഓസ്ട്രേലിയയിലെ എക്സൽ സിസ്റ്റംസ് ഡയറക്ടർ നിക് ലാൻഗുബ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവയലിൽ മിസ്റ്റി മൗണ്ടർ പ്ലാന്റേഷൻസിൽ എത്തിയത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മാണ കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു. ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടങ്ങളിലെ നിരീക്ഷണം, വളപ്രയോഗം, കളനശീകരണം, വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത്. ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളെക്കാൾ ചെലവ് കുറച്ചുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. In Australia, and I'm sure in many countries, we are using helicopters for various reasons. It could be for the spraying, it could be for monitoring, it could be for also cattle management as well. Our aim with Axel drones with India and the global in Australia is to help. ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണിക്കുള്ള പരിഹാരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ, കാർഷിക സംരംഭക മേഖലകളിലെ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഈ അനിമൽ കൺട്രോളിനുള്ള കുറച്ച് ഹാർഡ്വെയറും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറും ഉണ്ട്. ഒന്ന് സൗണ്ട്, പെർട്ടിക്കുലർ അനിമൽസിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിമോട്ട് കൺട്രോൾ വെച്ച് ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് ഈ നോൺ ഇൻവേസീവായിട്ട്, അതായത് അനിമൽസിനെ ഉപദ്രവിക്കാതെ, ഹർട്ട് ചെയ്യാതെ തന്നെ അവരെ ഒന്ന് റിപ്പൽ ചെയ്യാനുള്ള ടെക്നോളജി ആ സൗണ്ട് സിസ്റ്റത്തിനുണ്ട്. ഫാം, കൃഷിയുടെ നിരീക്ഷണം, ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം, പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സിൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് പദ്ധതിയെന്ന് ഡാവിൻ ബ്രിഡിൽ, നിക് ലാൻഗുബ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, കട്ടപ്പന. മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥ മൂലം വെട്ടിലായി ഒരു യുവാവ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി അനീഷാണ് തന്റെ 2 ഓട്ടോറിക്ഷകൾക്ക് ലഭിച്ച വാഹനപ്പിഴ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. എല്ലാവിധ ക്ലിയറൻസും തീർത്ത അനീഷ് വാങ്ങിയ 2 ഓട്ടോറിക്ഷകൾക്കും മുൻകാല ബാധ്യതയുള്ളതായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമാണ് വാഹനങ്ങൾ നിരത്തിലിറക്കി ഉപജീവനം നടത്തുന്നതിന് തടസ്സമാവുന്നത്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശിയായ എ അനീഷ് 29/10/2024 KL 37A9937 എന്ന ഓട്ടോറിക്ഷ സതീഷ് എന്നയാളുടെ പക്കൽ നിന്നും വാങ്ങിയത്. ഇതിനുശേഷം 250 രൂപ നിരക്കിലുണ്ടായിരുന്ന 4 വാഹനപ്പിഴകൾ അടച്ച് ഈ ഓട്ടോറിക്ഷ 12-ാം മാസം മറിച്ച് വിൽപ്പന നടത്തി. രജിസ്റ്റർ ഓണറുടെ പേര് മാറിയ ശേഷം ഓട്ടോറിക്ഷ വാങ്ങിയാൽ ടാക്സ് അടയ്ക്കുന്നതിന് ചെന്നപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ പേരിൽ മുൻഭാഗം പൊക്കി റീൽസ് എടുത്ത പേരിൽ 12,500 രൂപ പിഴയുള്ളതായി RTO അറിയിച്ചതായും തനിക്ക് ഈ വാഹനം വേണ്ടെന്ന് പറഞ്ഞ് തിരികെ നൽകിയതായും അനീഷ് പറയുന്നു. കോടതി ഓർഡർ ഉണ്ട്, വിൽക്കാൻ പറ്റിയാല, പണിയാൻ പറ്റിയാലെന്നുള്ളത്. പക്ഷേ ഇത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള വണ്ടി അവിടുത്തെ RTO കൈക്കൂലി മേടിച്ചിട്ടായിരിക്കണം ഈ വണ്ടി വേറെ ആൾക്ക് പേര് മാറി. ആ പേര് മാറിയ വ്യക്തിയിൽ നിന്ന് വേറൊരാൾ മേടിച്ചിട്ടാണ്, 3ാമതായിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. പിന്നീട് അനീഷ് വാഹനത്തിന്റെ പിഴയടയ്ക്കാനായി RTOയെ സമീപിക്കവേ റീൽസ് എടുത്തയാളെ കൂട്ടി വരുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ റീൽസ് എടുത്തയാൾ മരണപ്പെട്ടുവെന്നറിയിച്ചിട്ടും ഇതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് RTO സ്വീകരിച്ചതെന്നുമാണ് അനീഷ് പറയുന്നത്. 2025 11-ാം തീയതി വാഹനത്തിന് പുതിയ പെർമിറ്റ് നൽകിയ ശേഷമാണ് 12-ന് വാഹനത്തിന് പിഴയുള്ളതായി അറിയിക്കുന്നത്. ഇതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ അനാസ്ഥയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതിനുശേഷമാണ് KL 033894 എന്ന മറ്റൊരു ഓട്ടോറിക്ഷ അനീഷ് വാങ്ങുന്നത്. ഇതിനുശേഷം വാഹനം തന്റെ പേരിലാക്കിയ ശേഷമാണ് എരുമേലി റേഞ്ചിൽ ഈ വാഹനത്തിന്മേൽ അബ്കാരി കേസുണ്ടെന്ന വിവരം അനീഷിനെ എക്സൈസ് വിഭാഗം അറിയിക്കുന്നത്. കോടതി കേസ് നിലനിൽക്കുന്ന ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെ തന്റെ പേരിലേക്ക് മാറ്റി തന്നു എന്നും ഇതും കെടുകാര്യസ്ഥതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുമാണ് അനീഷ് പറയുന്നത്. ഈ വാഹനം 3ാമനായാണ് അനീഷ് വാങ്ങുന്നത്. മരിച്ചയാൾ ഹാജരാവണമെന്നുള്ള ആദ്യ വാഹനത്തിനുമേലുള്ള RTOയുടെ നിർദ്ദേശവും ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനം രജിസ്റ്റർ ഓണർഷിപ്പ് മാറ്റി തന്നതുമുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ക്രമക്കേടുകളിൽ വാഹനമോടിച്ചുള്ള ഉപജീവനത്തിന് തിരിച്ചടിയായതോടുകൂടി ഉന്നതതല പരാതികൾ നൽകുവാനൊരുങ്ങുകയാണ് ഈ ചെറുപ്പക്കാരൻ. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. സിവിൽ സർവീസ് പരീക്ഷയിൽ 603-ാം റാങ്ക് നേടിയ അനുശ്രീ സത്യന് ജന്മനാടായ മുക്കുടത്ത് സ്വീകരണം നൽകി. SNDP ശാഖയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 603-ാം റാങ്ക് നേടിയ അനുശ്രീ സത്യന് സ്വീകരണമൊരുക്കി. മുക്കുടത്ത് നടന്ന സ്വീകരണത്തിന് ശേഷം വാഹനങ്ങളുടെ അകമ്പടികളോടെ അനുശ്രീയെ ചരുതക്കള്ളിപ്പാറയിലെ വീട്ടിലേക്ക് ആനയിച്ചു. തുടർന്ന് വീട്ടിൽ അനുമോദന സമ്മേളനം നടന്നു. പഞ്ചായത്ത് അംഗം TP മൽക്ക അധ്യക്ഷനായി. അടിമാലി SNDP യൂണിയൻ കൺവീനർ സജി പറമ്പത്ത്, KS ലതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം PK ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് PD, മുക്കുടം SNDP ശാഖായോഗം പ്രസിഡന്റ് സുധാകരൻ, മറ്റിതര സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ അനുശ്രീക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദനമോഷണം. കഴിഞ്ഞ മാസങ്ങളിൽ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങൾ. വൈസൻമാലി ടീ കമ്പനിക്ക് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന മിനി ബസ് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്.
മധ്യവേനലവധി ആരംഭിച്ച് 1 മാസമായിട്ടും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.